91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളിലും. എല്ലാരും കൂടെ പറഞ്ഞ എന്തുവാ എന്ന് പറ. എല്ലാ ഇച്ചിരി ശബ്ദം പറയാം. എല്ലാ. അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതിന് മുകളിലത്തെ വാക്യം ശ്രദ്ധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. കാരണം വേണ്ട, നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന്. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞു. ഈ തുറന്നിട്ടേക്കുന്ന സ്വർഗവും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഭീകരാന്തരീക്ഷം. അമ്മ ചെവിച്ചെന്ന് പറഞ്ഞു, ഇവിടെ പെട്ടെന്ന് പൊക്കോണം, നിന്നെ കൊല്ലുന്ന കാര്യം അവൻ അപ്പനോട് പറയുന്നത് കേട്ടു, ഒരു മിനിറ്റ് പോലും നിൽക്കരുത്. ഞാനിപ്പം അടുക്കളയിൽ ചെന്ന് അവനോട് വല്ല വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാം, ആ സമയം കൊണ്ട് നീ ഓടിക്കോണം എന്നൊക്കെ പറഞ്ഞൊരു ഭീകര അന്തരീക്ഷം വീട്ടിൽ നിന്ന് കേട്ടാച്ചാ വെളി വന്നേ. പക്ഷേ ഒരു സ്ഥലത്ത് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം മൊത്തം അന്തരീക്ഷവും ചേഞ്ചായി. കേട്ടോ, ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്നെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ ചിലർ സൃഷ്ടിക്കുമ്പോഴും നീ ഒരു കാര്യം ഓർത്തോണം, നിന്റെ മുകളിൽ ഒരു നിഴല് വരിക. നിനക്ക് സ്വപ്നതലം തുറന്നു തരുന്ന എന്നിട്ട് ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് എഴുന്നേറ്റൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേർന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ നേർച്ച നിങ്ങളൊന്ന് കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അവനൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേരുക. ശ്രദ്ധിച്ച് കേൾക്കണം. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. അവന്റെ ആഗ്രഹമാ, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും. ഈ പോകുന്ന യാത്രയിൽ എന്നെ കാക്കണം. ഇവിടെ നിന്നോണ്ടൊരു വെളിപ്പാടൂടെ പറയുക. ഈ ദിവസങ്ങളിൽ ദൈവം കാക്കുന്ന ചില യാത്ര ആർക്കൊക്കെയോ ഒരുക്കപ്പെടാൻ പോവുക. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിൽക്കുമ്പോൾ പ്രവചിക്കാൻ എന്നോട് പറയുന്നു, ദൈവം കാക്കുന്ന ചില യാത്ര. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഈ പ്രാർത്ഥന ചില തടസ്സങ്ങളെ വഴിമാറ്റും. ദൈവം നിനക്കൊരു യാത്ര ഒരുക്കാൻ പോവുക. ആ യാത്രയിലെല്ലാം ദൈവം നിന്നെ കാക്കും. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാവലിൽ ഒരു യാത്ര ഉണ്ടാകാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നിട്ട് വായിച്ചു കേട്ടെ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും.